ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2024 റിലീസ് ചെയ്ത ഒരു ഇന്തോനേഷ്യൻ ഹൊറർ ത്രില്ലർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് ദ അഗ്നി ഓഫ് ഡെത്ത്. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഈ ഒരു പ്രേത ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനിലെ പനിച്ചു വിറച്ച് സുഖമില്ലാതെ കിടക്കുന്ന ഇസ്മി എന്നൊരു പെൺകുട്ടിയാണ് നമ്മളെ കാണിക്കുന്നത്. തൊട്ട് തന്നെ ഇസ്മിയുടെ അമ്മ അവളെ പരിചരിക്കുന്നുണ്ട്. അമ്മയുടെ പേരാണ് ഇസ. ആ സ്ത്രീ ഈ വീട്ടിലെ സെർവന്റ് ആണ്. ഇസ തന്റെ മകളെ പരിചരിക്കുന്ന നേരത്താണ് ആ വീട്ടിലെ മുതലാളി അമ്മ കുഞ്ഞിനെ കാണാനായിട്ട് ആ മുറിയിലേക്ക് വരുന്നത്. പുള്ളിക്കാരിയും പുള്ളിക്കാരിയുടെ ഹസ്ബൻഡും ദൂരെ എവിടേക്കോ യാത്ര പോവാണ്. അതിനു മുൻപ് കുഞ്ഞിന്റെ പനി മാറിയൊന്ന് തിരക്കാനായിട്ട് വന്നതാ. യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ വലിയൊരു പാവയെ വാങ്ങിച്ചുകൊണ്ട് വരാം, നല്ല കുട്ടിയായിരിക്കണം കേട്ടോ. ആ സ്ത്രീ കുഞ്ഞിനോട് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് മുറിയിൽ നിന്ന് പോയി. ഇതാണ് നമ്മുടെ ഈ ചിത്രത്തിലെ കഥാനായിക രത്ന. പുള്ളിക്കാരി ഒരു ടീച്ചറാണ്. ഇപ്പോ രത്നയുടെ അച്ഛനും അമ്മയും ദൂരെ എവിടേക്കോ യാത്ര പോവാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അച്ഛനും അമ്മയും ഒരു യാത്ര പോകുന്നത്. അതുകൊണ്ട് രത്ന ഒരുപാട് സന്തോഷത്തിലാണ്. എന്നാ കാറിൽ കയറിയത് മുതല് അമ്മ തന്റെ മുഖം തിരിച്ചിരിക്കുക. തന്റെ ഭർത്താവിനോട് ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. അപ്പോ ജി മുത്തശ്ശൻ വൈഫിനോട് ചോദിക്കും, എന്താ നീ എന്നോട് സംസാരിക്കാത്ത? ഇനി എത്ര നാള് നീ എന്നോട് മിണ്ടാതിരിക്കും? മുത്തശ്ശൻ എന്തൊക്കെയോ പറഞ്ഞ് വൈഫിന്റെ പിണക്കം മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഇവരങ്ങനെ സംസാരിച്ചുകൊണ്ട് കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ ഓപ്പോസിറ്റ് ആയി ഒരു ട്രക്ക് പാഞ്ഞു വരുന്നുണ്ട്. ഡ്രൈവർ ആണെങ്കിൽ ഉറക്കം തൂങ്ങിക്കൊണ്ടാണ് ട്രക്ക് ഓടിക്കുന്നത്. അങ്ങനെ ട്രക്ക് വന്നിടിച്ച് രത്നയുടെ പേരൻസ് സഞ്ചരിച്ചിരുന്ന കാർ ആക്സിഡന്റ് ആയി. ഇവിടെയാണ് ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്, ദ അഗ്നി ഓഫ് ഡെത്ത്. അടുത്ത സീനില് രത്ന അലറിക്കരഞ്ഞോണ്ട് ആക്സിഡന്റ് നടന്ന സ്ഥലത്തെത്തി. പേരൻസിന്റെ ഡെഡ് ബോഡി കണ്ട് അവൾ ആ പെരുമഴയെ തീരുന്ന കരയുന്ന നേരത്ത് രത്നയുടെ അച്ഛന്റെ ഡെഡ് ബോഡി തനിയെ എണീറ്റിരുന്നു. ആരോ തന്നെ പിന്നിൽ നിന്ന് വിളിക്കുന്ന ശബ്ദം കേട്ട് ഞെട്ടിപ്പോയ രത്ന പേടിച്ച് വിറച്ച് തിരിഞ്ഞു നോക്കുമ്പോ അവിടെ കിടന്നിരുന്ന ജി മുത്തശ്ശന്റെ ഡെഡ് ബോഡി കാണാനില്ല. പെട്ടെന്നാണ് രത്ന ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്നത്. ഈ കണ്ടത് വെറുമൊരു സ്വപ്നം മാത്രമായിരുന്നു. ഈ പേടിപ്പെടുത്തുന്ന സ്വപ്നം കണ്ട് ആകെ അസ്വസ്ഥയായ നായിക ഇക്കാര്യത്തെക്കുറിച്ച് ജോലിക്കാരിയായ ഇസയോട് പറയുന്നുണ്ട്. എനിക്കെന്തോ പേടിയാവുന്നു, ഞാനും അവരോടൊപ്പം പോയാൽ മതിയായിരുന്നു. അപ്പോ ഇസ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എപ്പോഴും അച്ഛനെയും അമ്മയെയും കുറിച്ച് ചിന്തിച്ചിട്ടാണ്, അല്ലാതെ വേറൊന്നുമല്ല. ഇവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന നേരത്താണ് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ആ വീട്ടിലേക്ക് വരുന്നത്. പോലീസ് പറയുന്നത് രത്നയുടെ പേരൻസ് സഞ്ചരിച്ചിരുന്ന കാറ് ആക്സിഡന്റ് ആയി. സ്പോട്ടിൽ തന്നെ അമ്മ മരണപ്പെട്ടു. ജി മുത്തശ്ശൻ ഇപ്പോ ഹോസ്പിറ്റലിലാണ്. കുറച്ചു മുൻപ് രത്ന കണ്ട സ്വപ്നം അത് സത്യമായിരിക്കുന്നു. അവര് രണ്ടുപേരും ഈ വാർത്ത കേട്ട് കരയാൻ തുടങ്ങി. തുടർന്ന് രത്ന അച്ഛനെ കാണാനായിട്ട് ആശുപത്രിയിലെത്തി. രത്നയ്ക്ക് ഒരു സഹോദരി കൂടിയുണ്ട്, വാതി. പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് ആണെങ്കിൽ വാതി അവിടെ ആകെ തകർന്നിരിക്കുമ്പോ ഫോണിലെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. വൈഫിന്റെ അമ്മ മരിച്ചു, ഇപ്പോ അച്ഛൻ കോമയിലാണ്. ഇതൊന്നും പുള്ളിക്കാരനെ ബാധിക്കുന്നേ ഇല്ല. അതും പറഞ്ഞ ചേച്ചി അയാളെ വഴക്ക് പറയുന്നുണ്ട്. തുടർന്ന് അവര് മുത്തശ്ശനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. കാരണം ഹോസ്പിറ്റലിൽ കിടത്തി ചികിത്സിക്കാനായിട്ട് അവരുടെ കയ്യിൽ അത്രയും പണമില്ല. മാത്രമല്ല എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുത്താലും ജി മുത്തശ്ശനെ രക്ഷിക്കാൻ പറ്റില്ല എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. കാരണം അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട്. അദ്ദേഹം ഇപ്പോഴും കണ്ണു തുറന്നിട്ടില്ല. തുടർന്ന് അന്ന് തന്നെ മരണപ്പെട്ട അമ്മയുടെ ഫ്യൂണറൽ ചടങ്ങ് നടത്തുന്നുണ്ട്. ഗ്രാമത്തിലെ എല്ലാവരും ആ വീട്ടിലെത്തി. കൂട്ടത്തില് പ്രതീക്ഷിക്കാത്ത രണ്ടുപേരെ ആ ചടങ്ങിന് പങ്കെടുക്കാനായിട്ട് എത്തുന്നുണ്ട്. അത് ജി മുത്തശ്ശന്റെ സെക്കൻഡ് വൈഫും മകനുമാണ്. വൈഫിന്റെ പേര് റിസ, മകന്റെ പേര് ടാർജോ. ഇത് കണ്ട് നാട്ടുകാര് പലരും അടക്കം പറയുന്നുണ്ട്, ഇവരെന്തിനാ ഇങ്ങോട്ട് വന്നത്? രത്നയുടെ അമ്മയോട് ദ്രോഹം ചെയ്തിട്ട് ഇവർക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എങ്ങനെ മനസ്സ് വന്നു? പലരും ആ സ്ത്രീയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഇതൊരു മരണം നടന്ന വീടായതുകൊണ്ട് രത്നയും സഹോദരിയും അവരുമായിട്ട് വഴക്കിടാനോ തർക്കിക്കാനോ നിന്നില്ല. അതിനുശേഷം സെക്കൻഡ് വൈഫ് കോമയിൽ കിടക്കുന്ന ജി മുത്തശ്ശന്റെ അടുത്തിരുന്ന് ഒരുപാട് കരഞ്ഞു. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കണ്ണു തുറക്കാനായിട്ട്. എന്നാൽ ഇതേ സമയം തന്നെ ജി മുത്തശ്ശന്റെ മകനും മകളും സ്വത്തിന് വേണ്ടി വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം രണ്ടുപേരും സാമ്പത്തികമായി ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട്. മുത്തശ്ശനാണെങ്കിൽ അവർക്കൊന്നും തന്നെ കൊടുത്തിട്ടുമില്ല. തുടർന്ന് ഇവിടെ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോ മുറിയിലെ റിസ തന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് മുത്തശ്ശൻ ഭയപ്പെടുത്തുന്ന രീതിയിൽ വാ തുറന്നു പിടിച്ചോണ്ട് ബെഡിൽ എണീറ്റിരുന്നു. മുത്തശ്ശൻ തന്റെ വാ തുറന്നു പിടിച്ച് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതെന്താണെന്ന് വ്യക്തമല്ല. അപ്പോ റിസ അയാളെ സമാധാനിപ്പിക്കും, പേടിക്കണ്ട, എല്ലാം ശരിയാവും. ഇതും പറഞ്ഞ് സമാധാനിപ്പിച്ച് അവര് മുത്തശ്ശനെ ബെഡിൽ കിടത്തി. എന്നിട്ട് ആ സ്ത്രീ തന്റെ താഴെ വീണ് കിടന്നിരുന്ന കണ്ണാടി എടുക്കാനായിട്ട് കട്ടിലിനടിയിൽ തപ്പുമ്പോ ബെഡിനടിയിൽ നിറച്ചും വെള്ള തലമുറയാണ്. പേടിച്ചുപോയ സ്ത്രീ പതിയെ ബെഡിലേക്ക് നോക്കിയെങ്കിലും ബെഡില് മുത്തശ്ശനല്ലാതെ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വീണ്ടും കട്ടിലിനടിയിലേക്ക് കുനിഞ്ഞു നോക്കി. അവിടെ ഒന്നും തന്നെ കാണാനില്ല.
ആ സ്ത്രീ ആകെ പേടിച്ചു വരച്ച് എന്തോ ശബ്ദം കേട്ട് മുറിയിലെ കണ്ണാടിയിലേക്ക് നോക്കുമ്പോ മുത്തശ്ശന്റെ തൊട്ടടുത്തായിട്ട് എന്തോ ഒരു രൂപത്തെ കാണാം. അതെന്താണെന്ന് വ്യക്തമല്ല. അവരത് എന്താണെന്നറിയാനായിട്ട് മുത്തശ്ശന്റെ അടുത്തേക്ക് നോക്കുമ്പോ 10 അടി ഉയരത്തിലെ ഒരു സാത്താന്റെ രൂപം അതങ്ങനെ മുത്തശ്ശന്റെ ദേഹത്ത് കയറിയിരിക്കുക. ഈ ഒരു ഭയപ്പെടുത്തുന്ന കാഴ്ച കണ്ട ആ സ്ത്രീ അലറിക്കരഞ്ഞോണ്ട് മുറിക്ക് പുറത്തേക്ക് ഓടി. റസയ്ക്ക് അവരോടൊക്കെ എന്ത് പറയണോന്നറിയില്ല. ആ സ്ത്രീ അച്ഛൻ എണീറ്റു എന്ന് മാത്രമാണ് പറയുന്നത്. ഈ കരച്ചിലും ബഹളമൊക്കെ കേട്ട് അങ്ങോട്ട് ഓടി വന്ന മറ്റെല്ലാവരും മുത്തശ്ശന്റെ മുറിയിലേക്ക് ചെന്ന് നോക്കുമ്പോ അവിടെ യാതൊരു കുഴപ്പമില്ല. മുത്തശ്ശൻ ബെഡിൽ തന്നെ ബോധമില്ലാതെ കിടക്കുന്നുണ്ട്. അവിടെ കൂടി നിന്നിരുന്ന നാട്ടുകാർക്ക് പറഞ്ഞു പരത്താനായിട്ട് ഇനി എന്തെങ്കിലും വേണോ? അവരെന്തൊക്കെയോ പറഞ്ഞ് മുത്തശ്ശനെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. ജി മുത്തശ്ശൻ ബ്ലാക്ക് മാജിക് ചെയ്തിരുന്നു, സാത്താനെ ആരാധിച്ചിരുന്നു, അങ്ങനെ പല കഥകളും പറയുന്നുണ്ട്. ഈ സമയം ടാർജോ തന്റെ അമ്മയോട് ചോദിക്കും, സത്യം പറ, അമ്മ എന്തിനാ കരഞ്ഞത്? അമ്മ എന്തെങ്കിലും കണ്ടിരുന്നോ? അതിനാ സ്ത്രീ ഒന്നും തന്നെ പറയുന്നില്ല. പേടിച്ചരണ്ട് കണ്ണു തള്ളി നിൽക്കുക. അതിനുശേഷം മരണാനന്തര ചടങ്ങുകളും അടക്കമൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരികെ വീട്ടിലെത്തി. ഇസ എല്ലാവർക്കും ഫുഡൊക്കെ സെർവ് ചെയ്യുന്ന നേരത്ത് എന്തോ ഒരു ശബ്ദം കേട്ട് അവള് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. അപ്പതേ ബെഡിലെ ബോധമില്ലാതെ കിടന്നിരുന്ന ജി മുത്തശ്ശൻ ആ ഇടനാഴിയിലെ പ്രേതം കയറിയതുപോലെ നിൽക്കുക. ഈ ഒരു കാഴ്ച കണ്ട് ഷോക്കായ ഇസ മുത്തശ്ശന്റെ അടുത്തേക്ക് നടന്നതും പുള്ളിക്കാരൻ വീടിന് പുറത്തേക്ക് നടന്നുപോയി. ഇസയ്ക്കത് വിശ്വസിക്കാൻ വയ്യ. എന്തോ പന്തികേട് തോന്നിയ ആ സ്ത്രീ നേരെ മുത്തശ്ശന്റെ മുറിയിലേക്ക് ചെന്നു. അവിടെ ചെന്ന് നോക്കുമ്പോ പുള്ളിക്കാരൻ ബെഡില് ബോധമില്ലാതെ കിടക്കുന്നുണ്ട്. അപ്പൊ പിന്നെ താൻ കണ്ടത് ആരെയാണ്? ഇസയ്ക്ക് യാതൊരു പിടുത്തവുമില്ല. അടുത്ത ദിവസം മാർക്കറ്റിൽ വെച്ച് ചേച്ചിയും ടാർജോയും തമ്മില് സ്വത്തിന്റെ പേരില് വഴക്കാണ്. ചുറ്റും കൂടി നിന്ന നാട്ടുകാര് വാപ്പൊത്തി ചിരിക്കുന്നുണ്ട്. ചേച്ചിക്ക് മാർക്കറ്റിലെ ഒരു പടക്കക്കടയുണ്ടായിരുന്നു. എന്നാൽ അത് 2-3 ദിവസങ്ങൾക്ക് മുൻപ് ഷോപ്പ് മൊത്തത്തില് കത്തി നശിച്ചു. ഇപ്പോ ഷോപ്പിന്റെ വാടക കൊടുക്കാൻ പോലും കയ്യില് 10 പൈസയില്ല. ഇനി എന്ത് ചെയ്യണോന്നറിയാതെ ആകെ ഭ്രാന്ത് പിടിച്ചു നിൽക്കുമ്പോഴാണ് ടാർജോ തനിക്ക് പകുതി സ്വത്ത് വേണോന്ന് പറഞ്ഞ് വഴക്കിടുന്നത്. ഇത് കണ്ട് ദേഷ്യം വന്ന ചേച്ചി ടാർജോന്റെ അമ്മയെ പറ്റി മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ 1-2 പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ വഴക്കായി. അങ്ങനെ അടിപിടി ബഹളത്തിനിടയിലെ കൺട്രോൾ നഷ്ടപ്പെട്ട വാതി ടാർജോന്റെ മുഖത്തടിച്ചു. അതിനെ ടാർജോ തന്റെ സഹോദരിയെ ശപിക്കുന്നുണ്ട്. നീ എന്നെ തല്ലിയല്ലേ, ഇതിന് നീ അനുഭവിക്കും, നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് വാതിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അന്ന് വൈകിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഗ്രാമത്തിലുള്ള കുറച്ച് ആളുകള് നായികയുടെ വീട്ടിലെത്തി. ആ സമയത്ത് ജി മുത്തശ്ശന്റെ സെക്കൻഡ് വൈഫ് ആ സ്ത്രീ തനിക്കൊന്ന് ടോയ്ലറ്റ് യൂസ് ചെയ്യണോന്ന് പറഞ്ഞ് അവിടെ നിന്ന് എണീറ്റ് പോയി. റിസ നേരെ പോകുന്നത് മുത്തശ്ശന്റെ അടുത്തേക്കാണ്. ആ സ്ത്രീ ബാത്റൂമിലേക്കാണെന്ന് കള്ളം പറഞ്ഞാണ് ആ മുറിയിലേക്ക് വന്നത്. അവര് മുത്തശ്ശന്റെ തലയിണയ്ക്കടിയിലെ ഒരു മാന്ത്രിക തകിട് വെക്കുന്നുണ്ട്. കറക്റ്റ് ആ സമയത്താണ് വാതിലൊക്കെ തള്ളി തുറന്നോണ്ട് വാദിയും രത്നയും ആ മുറിയിലേക്ക് വരുന്നത്. നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യാ? ആ സ്ത്രീ ഒളിപ്പിക്കാൻ ശ്രമിച്ച മാന്ത്രിക തകിട് പിടിച്ചു വാങ്ങി അവരെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. ഓഹോ, അപ്പോ സ്വത്തിന്റെ ഭാഗം ചോദിച്ച് മകനെ പറഞ്ഞു വിട്ടിട്ട് ഇപ്പോ നിങ്ങള് എന്റെ അച്ഛനെ കൊല്ലാൻ നോക്കുകയാണല്ലേ? മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോ. വാദി ആ സ്ത്രീയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. റിസയ്ക്കും അവരോട് എന്ത് പറയണമെന്നറിയില്ല. അതുപോലെ തന്നെ രത്നയ്ക്കും ഈ കാര്യങ്ങളൊക്കെ കണ്ട് എന്തൊക്കെയാണ് തനിക്ക് ചുറ്റും നടക്കുന്നതെന്നറിയാതെ ആകെ തകർന്നിരിക്കുമ്പോ ഗ്രാമത്തലവൻ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ കുറച്ചു ദിവസങ്ങളായി രത്നയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. അവൾ ഈ ചടങ്ങിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിലും പ്രാർത്ഥിക്കാറില്ല. അവള് ദൈവത്തില് വിശ്വസിക്കുന്നില്ല. അതിന് കാരണമുണ്ട്. രത്നയുടെ അച്ഛൻ അവരാരും അറിയാതെയാണ് രണ്ടാമതും ഒരു ബന്ധത്തിലേക്ക് പോയത്. അതിനുശേഷം രത്നയുടെ പേരൻസ് എപ്പോഴും വഴക്കാണ്. വീട്ടിലെ സന്തോഷമില്ലാതായി. അമ്മയുടെ സങ്കടം കണ്ട് വളർന്ന രത്ന ദൈവത്തെ വെറുക്കാൻ തുടങ്ങി. അവള് പ്രാർത്ഥിക്കാതായി. ഈ കാര്യങ്ങളൊക്കെ അവള് ഗ്രാമത്തലവനോട് പറയുന്നുണ്ട്. അന്ന് രാത്രി ചേച്ചിയും ഭർത്താവും തമ്മിൽ നല്ല വഴക്കാണ്. ഹസ്ബൻഡ് പ്രത്യേകിച്ച് ഒരു ജോലിക്കും പോണില്ല. മാത്രമല്ല ഇപ്പോ ആകെ ഉണ്ടായിരുന്നൊരു ഷോപ്പും കത്തി നശിച്ചു. ഇനി അച്ഛന്റെ സ്വത്തിന്റെ പകുതി ടാർജോയ്ക്കും കൊടുക്കണം. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ വഴക്കായി. ഹസ്ബൻഡ് തന്റെ 2 മക്കളെയും കൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോയി. അങ്ങനെ അന്ന് രാത്രി ചേച്ചിയാണ് അച്ഛന്റെ അടുത്ത് കാവലിരിക്കുന്നത്. ഇനി മുത്തശ്ശന്റെ സെക്കൻഡ് വൈഫും മകനും കൂടോത്രം ചെയ്യാനായിട്ട് മുറിയിലേക്ക് വന്നാലോ? ചേച്ചി അങ്ങനെ കാവലിരുന്ന് മുത്തശ്ശന്റെ ബെഡില് തല വെച്ച് കിടന്ന് എപ്പോഴും ഉറങ്ങിപ്പോയി. പെട്ടെന്നാണ് അവൾ എന്തോ ഒരു ശബ്ദം കേട്ട് ഞെട്ടി എണീക്കുന്നത്. നോക്കുമ്പോ മുത്തശ്ശൻ വായൊക്കെ തുറന്ന് മുകളിലേക്ക് നോക്കി എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്. അവള് അച്ഛൻ എന്താ പറ്റിയെന്നറിയാതെ പിന്നിൽ നിന്ന് തട്ടി വിളിച്ചു നോക്കി. പുള്ളിക്കാരനാണെങ്കിൽ പേടിപ്പെടുത്തുന്ന രീതിയിൽ ആകെ ബഹളം വെച്ച് വാത്തിയുടെ കൈ പിടിച്ച് ഞെരിക്കുക. അവള് കൈ വിട് എന്ന് പറഞ്ഞ് കരയുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ കൈ പിടിച്ച് ഞെരിച്ചോണ്ടിരുന്നു. മുത്തശ്ശൻ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതെന്താണെന്ന് വ്യക്തമല്ല. പിന്നെ ഒരു വിധത്തില് മുത്തശ്ശനെ സമാധാനപ്പെടുത്തി അവള് ബെഡിൽ കിടത്തി. ചേച്ചി ഇതൊക്കെ കണ്ട് പേടിച്ച് അനീത്തിയോട് ഇക്കാര്യം പറയാനായിട്ട് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോ പെട്ടെന്ന് മുറിക്ക് പുറത്തു നിന്നിരുന്ന മുത്തശ്ശന്റെ രൂപം അത് ചേച്ചിയുടെ കഴുത്ത് പിടിച്ചു ഞെരിച്ച് വാതിയെ മുറിക്കകത്തേക്ക് തന്നെ പിടിച്ച് തള്ളിയിട്ടു. ഇപ്പോ നോക്കുമ്പോ പുറത്ത് മുത്തശ്ശന്റെ രൂപത്തിൽ വന്ന സാത്താൻ
സാത്താനെ അവിടെ കാണാനില്ല. അതുപോലെ തന്നെ ശരിക്കുള്ള മുത്തശ്ശൻ അവിടെ ബെഡിൽ തന്നെ കിടക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല എന്ന് തിരിച്ചറിഞ്ഞ ചേച്ചി തന്റെ ബാഗും സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന നേരത്താണ് സെർവന്റായ ഈസ ആ കരച്ചിലും ബഹളമൊക്കെ കേട്ട് അങ്ങോട്ട് വരുന്നത്. സമയം ഒത്തിരി വൈകിയല്ലോ മാഡം, നിങ്ങൾ ഈ സമയത്ത് എങ്ങോട്ട് പോവാ? അതിനെ വാത്തി ജോലിക്കാരിയോട് നുണ പറയും. എനിക്ക് വീട്ടിലേക്ക് പോണം, എന്റെ മക്കള് എന്നെ കാണാതെ കരയുന്നുണ്ടാവും. ഇതും പറഞ്ഞ് വാത്തി എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ആ സ്ത്രീ അങ്ങനെ ഗ്രാമത്തിലൂടെ പേടിച്ചരണ്ട് നടക്കുന്ന സമയത്ത് ടപടപേന്ന് പറഞ്ഞ് അവിടെയുള്ള സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഓഫ് ആവുന്നുണ്ട്. മാത്രമല്ല ആരോ തന്റെ പിന്നാലെ നടക്കുന്നത് പോലെ കാലൊച്ച കേൾക്കാം. ആ ഇരുട്ടിൽ നിന്നും ആരോ വാത്തിയുടെ പേര് വിളിക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കിയെങ്കിലും ആരെയും കാണാനില്ല. ആ പരിസരത്തൊന്നും യാതൊരു മനുഷ്യക്കുഞ്ഞിനെ കാണാനില്ല. ഇവളങ്ങനെ തിരിഞ്ഞു നോക്കി പേടിച്ച് വിറച്ച് നടക്കുമ്പോ കുറച്ച് ദൂരെയായിട്ട് ജി മുത്തശ്ശൻ നിൽക്കുന്നുണ്ട്. അത് തന്റെ അച്ഛനല്ലാന്ന് അവൾക്ക് മനസ്സിലായി. അടുത്ത സെക്കൻഡിൽ തന്നെ മുത്തശ്ശന്റെ രൂപം മാറി. മുടിയൊക്കെ നീട്ടി വളർത്തി 10 അടി ഉയരത്തിലെ ഒരു സാത്താന്റെ രൂപം. ഈ ഒരു കാഴ്ച കണ്ട് ആകെ പകച്ചുപോയ വാത്തി എന്ത് ചെയ്യണോന്നറിയാതെ വീണ്ടും വീട്ടിലേക്ക് തന്നെ തിരിഞ്ഞോടുമ്പോ വഴിയിലുള്ള ലൈറ്റൊക്കെ തനിയെ ഓഫാകാൻ തുടങ്ങി. അവൾക്കാണെങ്കിലേ ആ ഇരുട്ടിലേക്ക് ഓടാനുള്ള ധൈര്യമില്ല. എന്ത് ചെയ്യണം, എങ്ങോട്ട് ഓടണമെന്ന് വാത്തിക്ക് യാതൊരു പിടുത്തവുമില്ല. അവളങ്ങനെ പകച്ചു നിൽക്കുന്ന നേരത്ത് പെട്ടെന്ന് ചാടി പറന്നു വന്ന സാത്താൻ വാത്തിയെ പിടികൂടി. പിറ്റേ ദിവസം മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങാനായിട്ട് പോയ ഇസയാണ് ചേച്ചി വഴിയരികില് മരിച്ചു കിടക്കുന്ന വാർത്ത അറിയുന്നത്. ഈ ഒരു കാര്യം കേട്ട് ആകെ തകർന്നുപോയ രത്ന സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തി. അമ്മ മരണപ്പെട്ട് കൃത്യം 2 ദിവസങ്ങൾക്ക് ശേഷം ചേച്ചിയും കൊല്ലപ്പെട്ടു. ഇതവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അവള് നിലവിളിച്ച് കരയുന്നുണ്ട്. ചേച്ചിയെ ആരോ കത്തി കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയതാണ്. തുടർന്ന് മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് 2 പോലീസ് ഉദ്യോഗസ്ഥരെ രത്നയെ ചോദ്യം ചെയ്യാനായിട്ട് വീട്ടിലേക്ക് വന്നു. കാരണം ചേച്ചിയെ ആരോ കൊന്നതാണ്. ചേച്ചിക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? ബന്ധുക്കളുമായോ ആരെങ്കിലുമായി വഴക്കിടുകയോ ശത്രുതയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പോലീസ് ചോദിക്കും. രത്ന തനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ചേച്ചിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. എന്നിരുന്നാലും അങ്ങനെ ശത്രുക്കൾ ആരും തന്നെ ഇല്ല. എന്നാൽ 2-3 ദിവസങ്ങൾക്ക് മുൻപ് ചേച്ചി സഹോദരനായ ടാർജോയുമായി സ്വത്തിന്റെ പേരില് വഴക്കിട്ടിരുന്നു. അന്ന് ആ വഴക്കിനിടയിലെ ചേച്ചി ടാർജോയെ തല്ലി. അന്ന് ടാർജോ ചേച്ചിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും, നീ അർഹിക്കുന്നത് എന്താണോ അത് ഞാൻ നിനക്ക് തരും എന്നൊക്കെ പറഞ്ഞ്. പോലീസ് പിന്നെ ഒട്ടും തന്നെ സമയം കളഞ്ഞില്ല. സെർച്ച് വാറന്റുമായി ടാർജോയെ അറസ്റ്റ് ചെയ്യാനായിട്ട് അവന്റെ വീട്ടിലെത്തി. പോലീസ് ആ വീടിന്റെ മുക്കും മൂലയും അരിച്ചു പെറുക്കുന്നുണ്ട്. പറഞ്ഞതുപോലെ തന്നെ ചേച്ചിയെ കൊലപ്പെടുത്തിയ കത്തി ആ വീടിന്റെ അടുക്കളയില് ഒളിച്ചു വെച്ചിരുന്നു. അതും കത്തിയിലെ ബ്ലഡ് പോലും ക്ലീൻ ചെയ്തിരുന്നില്ല. ആ കത്തി കണ്ട് ടാർജോ ആകെ ഷോക്കായി. ഞാനല്ല, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് അവൻ ഒത്തിരി ബഹളം വെക്കുന്നുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു എവിഡൻസ് പോലീസിന് ആ വീട്ടിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി നിനക്ക് പറയാനുള്ളതൊക്കെ സ്റ്റേഷനിൽ വന്നിട്ട് പറയാന്ന് പറഞ്ഞ് പോലീസ് അവനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവാൻ നോക്കുമ്പോ ടാർജോ പെട്ടെന്ന് പോലീസുകാരെയൊക്കെ പിടിച്ച് തള്ളിയിട്ട് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. ഗ്രാമത്തിലെ തൊട്ടടുത്തുണ്ടായിരുന്ന കാടിനുള്ളിലേക്ക് ഓടി. എന്തായാലും പോലീസിന് അവനെ പിടികൂടാനായിട്ട് കഴിഞ്ഞില്ല. ടാർജോ കുറെ അലഞ്ഞു തിരിഞ്ഞ് ഗ്രാമത്തിലെ തന്നെ ഒരൊറ്റപ്പെട്ട പഴയൊരു ഓട് ഫാക്ടറിയിൽ ഒളിച്ചിരുന്നു. അന്ന് രാത്രി ടാർജോന്റെ അമ്മ നമ്മുടെ രത്നയെ കാണാനായിട്ട് വന്നിരിക്കുക. തന്റെ മകൻ കുറ്റക്കാരനല്ല എന്ന് പറയാനായിട്ട്. ടാർജോ സ്വത്തിന് വേണ്ടി വഴക്കിട്ടു എന്നത് ശരിയാണ്. പക്ഷേ അവന് നിങ്ങളെ രണ്ടുപേരെയും ഒത്തിരി ഇഷ്ടമാണ്. അവൻ നിങ്ങളുടെ അനിയനല്ലേ. അവനൊരിക്കലും സ്വന്തം ചേച്ചിയെ കൊല്ലാനായിട്ട് പറ്റില്ല. ആ സ്ത്രീ കരഞ്ഞോണ്ട് രത്നയോട് പറയുന്നുണ്ട്, നിന്റെ അച്ഛനെ കൊല്ലാനായിട്ട് ഞാൻ ഒരു കൂടോത്രം ചെയ്തിട്ടില്ല. അന്ന് ഞാൻ അദ്ദേഹത്തിന്റെ മുറിയിലെ ഒരു സാത്താനെ കണ്ടു. അതിന്റെ പിടിയിന്ന് അദ്ദേഹത്തെ രക്ഷിക്കാനാണ് അന്ന് ആ മാന്ത്രിക തകിട് അന്ന് ബെഡിൽ വെക്കാനായിട്ട് ശ്രമിച്ചത്, അല്ലാതെ അദ്ദേഹത്തെ കൊല്ലാനല്ല. ഇതും പറഞ്ഞ ആ സ്ത്രീ മറ്റൊരു കാര്യം കൂടി രത്നയോട് പറയുന്നുണ്ട്. ജി മുത്തശ്ശൻ സാത്താനെ ആരാധിക്കുന്നുണ്ട്. ആ സാത്താനാണ് മുത്തശ്ശനെ കാവലിരിക്കുന്നത്. സാത്താൻ മുത്തശ്ശന്റെ ദേഹത്തുള്ളിടത്തോളം കാലം ആരെ കൊണ്ടും മുത്തശ്ശനെ ഉപദ്രവിക്കാനോ കൊല്ലാനോ കഴിയില്ല. ഇക്കാര്യം ആ സ്ത്രീയോട് പറഞ്ഞത് അത് മുത്തശ്ശൻ തന്നെയാണ്. ആ സാത്താൻ മുത്തശ്ശന്റെ ദേഹത്തുള്ളതുകൊണ്ടാണ് അന്ന് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അയാൾ ഇപ്പോഴും മരിക്കാതെ ജീവനോടെയുള്ളത്. ഇനി മുത്തശ്ശൻ വിചാരിച്ചാൽ പോലും മരിക്കാൻ കഴിയില്ല. അതിനാ സാത്താൻ തന്നെ വിചാരിക്കണം. ഇതൊക്കെ കേട്ട് രത്ന വിശ്വസിക്കാനാവാതെ ഞെട്ടിത്തരിച്ചിരിക്കുക. അതേസമയം തന്നെ ഫാക്ടറിക്കുള്ളിൽ ഒളിച്ചിരുന്ന ടാർജോ അവിടെ ആരോ ഓടുന്ന ശബ്ദം കേട്ട് ചുറ്റും നോക്കുമ്പോ ആരോ ഒരാള് പുറംതിരിഞ്ഞു നിന്ന് അവിടെ തന്റെ തല ഇടിച്ചോണ്ടിരിക്കുക. അത് തന്നെ പിടികൂടാനായിട്ട് വന്ന പോലീസുകാരനാണെന്ന് കരുതി ടാർജോ പതിയെ മുന്നോട്ട് നടന്നു. അയാളെ വിളിച്ചിട്ട് യാതൊരു പ്രതികരണവുമില്ല. അയാളുടെ തല വളരെ ശക്തിയായിട്ട് ഇടിച്ചോണ്ടിരിക്കുക. മാത്രമല്ല ടാർജോയ്ക്ക് തന്റെ തൊട്ടടുത്തായിട്ട് ആരോ ഉള്ളതുപോലെ തോന്നി. ആരോ ചിരിക്കുന്ന ശബ്ദം കേൾക്കാം. പെട്ടെന്ന് പുറം തിരിഞ്ഞു നിന്നിരുന്ന ആ പോലീസുകാരൻ പേടിപ്പെടുത്തുന്ന രീതിയിൽ അവന്റെ അടുത്തേക്ക് പാഞ്ഞൊരു വരവാണ്. അവൻ മരണഭയത്തിലെ പേടി ചേർന്ന് നിൽക്കുമ്പോ അവന്റെ പിന്നിലായിട്ട് ആ സാത്താൻ നിൽക്കുന്നുണ്ട്. അവൻ ആ പെരിയ രൂപത്തെ കണ്ട് താഴേക്ക് മറഞ്ഞു വീണു. അവന് പെട്ടെന്ന് അവിടെ നിന്ന് എണീറ്റോടാനായിട്ട് കഴിഞ്ഞില്ല. എങ്ങനെയൊക്കെയോ ഇഴഞ്ഞു നീങ്ങി അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോ പെട്ടെന്നൊരു കൈ വന്ന് അവനെ പിന്നിൽ നിന്ന് തട്ടി വിളിച്ചു. പേടിച്ചെറിന്റെ അലറിക്കരഞ്ഞ് തിരിഞ്ഞു നോക്കി.
അത് സാത്താനല്ല, അത് ജി മുത്തശ്ശന്റെ വീട്ടിലെ വേലക്കാരി ഇസിയാണ്. ടാർജോയ്ക്ക് മരണഭയത്തില് അവളോട് എന്ത് പറയണോന്നറിയാതെ അലറി കരഞ്ഞോണ്ടിരുന്നു. മറുവശത്ത് നായിക അച്ഛൻ കരയുന്ന ശബ്ദം കേട്ട് മുറിയിലേക്ക് ഓടിച്ചെന്നു. നോക്കുമ്പോ ജി മുത്തശ്ശൻ വേദന കൊണ്ട് പിടഞ്ഞോണ്ടിരിക്കുകയാണ്. എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് ഈ വേദന തിന്നാൻ വയ്യ, എനിക്ക് മരിക്കണോന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. അവള് പരമാവധി അച്ഛനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അച്ഛൻ കരയാതിരിക്കെ, നമുക്ക് നാളെ തന്നെ ആശുപത്രിയിലേക്ക് പോവാം. മുത്തശ്ശൻ അങ്ങനെ വേദന കൊണ്ട് കരയുന്നത് കണ്ട് സങ്കടം സഹിക്കാനാവാതെ രത്ന തന്റെ അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പെട്ടെന്ന് കരഞ്ഞോണ്ടിരുന്ന മുത്തശ്ശൻ കരച്ചിൽ നിർത്തി. അടഞ്ഞു കിടന്നിരുന്ന ആ മുറിയുടെ ഡോർ തനിയെ തുറന്നു വന്നു. എന്തോ ഒന്ന് മുറിക്ക് പുറത്തേക്ക് ഓടിപ്പോയതുപോലെ. അടുത്ത നിമിഷം തന്നെ തൊട്ടടുത്ത മുറിയിൽ നിന്നും കുഞ്ഞിന്റെ അലറിക്കരയുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. അതാ വീട്ടിലെ ജോലിക്കാരിയുടെ മകളായിരുന്നു. ഇസ്മി നായികയെ കണ്ടതും കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. തന്നെ തനിച്ചാക്കല്ലേ, ഈ മുറിയിലേക്ക് എന്തോ വന്നു, എനിക്ക് പേടിയാ എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് കുഞ്ഞിനെ സമാധാനപ്പെടുത്തി. പേടിക്കേണ്ട, നീ സ്വപ്നം കണ്ടതായിരിക്കും, ഞാൻ എങ്ങോട്ടും പോണില്ല എന്ന് പറഞ്ഞ് അവൾ ആ കുഞ്ഞിന്റെ അടുത്ത് കിടന്നു. ഈ സമയത്താണ് ആ മുറിയുടെ ഡോറിനടുത്ത് നിന്ന് ആരുടെയോ ശബ്ദം കേൾക്കുന്നത്. ആന്റി, നിങ്ങൾ എന്റെ മുറിയിൽ എന്ത് ചെയ്യാ? ഇത് കേട്ട രത്ന തിരിഞ്ഞു നോക്കുമ്പോ ദേ മുറിക്ക് വെളിയിലെ ഇസ്മി നിൽക്കുന്നു. അപ്പോ ഇത്ര നേരം തന്റെ മടിയിൽ കിടന്നത് ആരാ? ആ സാത്താൻ രത്നയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുക. അവളെ കൊണ്ട് ഒന്ന് ഒച്ച വെക്കാനോ ഒന്ന് അനങ്ങാനോ വയ്യ. ഈ ഒരു കാഴ്ച കണ്ടോണ്ട് ഇസ്മി മുറിക്ക് വെളിയിൽ നിൽക്കുന്നുണ്ട്. ഈ സമയത്താണ് ഈസ തന്റെ മകളുടെ അടുത്തേക്ക് വരുന്നത്. ഈസ മകളോട് അടുത്തെത്തിയതും കുഞ്ഞവിടെ ബോധം കെട്ട് വീണു. ഇസ്മി വീണതും ആ സാത്താൻ അവിടെ നിന്ന് മറഞ്ഞുപോയി. രത്ന തന്റെ ജീവനും കൊണ്ട് ആ ബെഡിൽ നിന്ന് ചാടി എണീറ്റു. എന്നാ കണ്ണു തുറന്ന ഇസ്മി വേദന കൊണ്ട് കരയാൻ തുടങ്ങി. കുഞ്ഞിന്റെ ദേഹം മൊത്തം വ്രണങ്ങളായിരുന്നു. അന്ന് രാത്രി തന്നെ രത്ന ഗ്രാമതലവനെ കണ്ട് തന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഇതൊക്കെ കേട്ടോണ്ടിരുന്ന ഗ്രാമതലവൻ രത്നയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. നീ ദൈവത്തെ വെറുത്താലും അവൻ നിന്നെ ഒരിക്കലും വെറുക്കില്ല. ഗ്രാമതലവൻ വീട്ടിലുള്ള സാത്താനെ ഓടിക്കാനായിട്ട് ചില പ്രാർത്ഥന അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആദ്യം ആ സാത്താന്റെ പേരെന്താണെന്നറിയണം, അതിനെന്താണ് വേണ്ടതെന്ന് കണ്ടെത്തണം. എന്നാലേ മുത്തശ്ശനെ ഈ ശാപത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. അതിനുവേണ്ടി ഒരു റിച്വൽ ചെയ്യണം. ആ റിച്വൽ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, അതിന്റെ പ്രാർത്ഥനകളൊക്കെ ഗ്രാമതലവൻ അവൾക്കൊരു പേപ്പറിൽ എഴുതി കൊടുത്തു. അന്ന് അർദ്ധരാത്രി രത്ന വീടിന്റെ എല്ലാ ജനാലകളും വാതിലുകളും തുറന്നിട്ട് ആ റിച്വൽ ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ വീടിന്റെ മേൽക്കൂരയിലെ എന്തോ ഒന്ന് ചടപടയെന്ന് പറഞ്ഞ് ചാടുന്നുണ്ട്. എന്നാലും വിട്ടില്ല. രത്ന തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയം തളർന്നു കിടന്നിരുന്ന മുത്തശ്ശൻ ബെഡിൽ എണീറ്റിരുന്നു. തൊട്ടു പിന്നിൽ ആ സാത്താനെ നിൽക്കുന്നുണ്ട്, മുത്തശ്ശന്റെ കാവൽക്കാരൻ. മരണഭയത്തില് രത്ന ആ സാത്താനോട് ചോദിക്കും, നിനക്ക് എന്താണ് വേണ്ടത്? അതിന് ആ സാത്താൻ പറയും, എനിക്ക് നിന്നെ വേണം. ഈ ഒരു കാര്യം കേട്ട് പേടിച്ച് വിറച്ച് അവള് തിരിഞ്ഞു നോക്കുമ്പോ ആ സാത്താൻ അവിടെ കാണാനില്ല. മുത്തശ്ശൻ ബെഡിൽ തന്നെ കിടക്കുന്നുണ്ട്. പേടിച്ച് രത്ന അച്ഛന്റെ അടുത്തേക്ക് ചെന്നു. പെട്ടെന്ന് ആ ഇരുട്ടില് മറഞ്ഞു നിന്നിരുന്ന ആ സാത്താൻ രത്നയുടെ അടുത്തേക്ക് പാഞ്ഞു വരുന്നുണ്ട്. അവളുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുക. ഒരു വിധത്തിൽ അവൾ ആ സാത്താന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് മുറിക്ക് പുറത്തേക്ക് ഓടി. അവൾക്ക് ആ റിച്വൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. ഇപ്പോ ആ സാത്താന് മുത്തശ്ശൻ മരിക്കുകയാണെങ്കിൽ പുതുതായിട്ടൊരു ശരീരം വേണം. അതായത് മുത്തശ്ശന്റെ മകളായ രത്നയെ വേണം. എന്നാലേ മുത്തശ്ശനെ മരിക്കാൻ കഴിയുള്ളൂ. അടുത്ത ദിവസം ഇസ ആരും കാണാതെ ടാർജോയ്ക്കുള്ള ഫുഡും കൊണ്ട് അവന്റെ അടുത്തേക്ക് ചെന്നു. അവൻ ആ ഫുഡ് കഴിച്ചോണ്ട് ഇസയോട് പറയുന്നുണ്ട്, എനിക്കിവിടെ ഒളിച്ചിരിക്കാൻ പറ്റില്ല, ഞാൻ എവിടേക്കെങ്കിലും നാട് വിട്ടു പോവാം, അല്ലാതെ ചെയ്യാത്ത കുറ്റത്തിന് എനിക്ക് ജയിലിൽ കിടക്കാൻ പറ്റില്ല. ഇത് കേട്ടതോടെ ഇസ സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങി. ഇത് കണ്ട് അവനൊന്നും മനസ്സിലായില്ല. അല്ല, നീ എന്തിനാ കരയുന്നേ? അതിനാ സ്ത്രീ അവനോട് മാപ്പ് പറഞ്ഞ് പിന്നെയും കരയാണ്. അങ്ങനെ തന്നെ ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അന്ന് രാത്രി സാത്താനെ കണ്ട് ഭയന്ന് രത്നയുടെ ചേച്ചി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടി. ചേച്ചിയുടെ പിന്നാലെ തന്നെ ആ സാത്താനും ഉണ്ടായിരുന്നു. എന്നാ ചേച്ചിയെ കൊന്നത് സാത്താനായിരുന്നില്ല. മറഞ്ഞു നിന്ന് വാത്തിയെ കൊലപ്പെടുത്തിയത് വീട്ടിലെ ജോലിക്കാരി ഈസയായിരുന്നു. ചേച്ചിയെ കൊലപ്പെടുത്തിയ കത്തി ടാർജോയുടെ വീട്ടിൽ ഒളിപ്പിച്ചതും ഈസ തന്നെയായിരുന്നു. ഈ ഒരു കാര്യം കേട്ടതും ടാർജോയ്ക്ക് ആകെ ഭ്രാന്തായി. നീ എന്തിനാ അത് ചെയ്തത്? പോരാത്തതിനെ എന്തിനാ എന്നെ കൊടുക്കാൻ നോക്കിയത്? ഈസയുടെ കഴുത്ത് പിടിച്ചു ഞെരിച്ച് അവളെ ആക്രമിക്കുന്നുണ്ട്. ആ സമയത്ത് അവന് വല്ലാതെ വയറ് വേദനിക്കാൻ തുടങ്ങി. വായിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വരുന്നുണ്ട്. ഇസ അവന് കൊണ്ടുവന്നിരുന്ന ഫുഡിലെ വിഷം കലർത്തിയിരുന്നു. അവൻ മരണപ്പെട്ടു എന്ന് ഉറപ്പായതോടെ ഇസ താൻ കൊണ്ടുവന്ന ഫുഡൊക്കെ എടുത്ത് അവിടെ നിന്ന് ഓടിക്കളഞ്ഞു. അടുത്ത സീനില് ഇസ സുഖമില്ലാതെ കിടപ്പിലായ തന്റെ മകളെ പരിചരിക്കുന്ന നേരത്താണ് രത്ന അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് അവരോട് പറയും, നിങ്ങൾ രണ്ടുപേരും ഒരു കാരണവശാലും ഈ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുത്. ഞാൻ ഈ വീട്ടിലൊരു റിച്വൽ ചെയ്യാൻ പോവാണ്, അതുകൊണ്ട് ഈ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങരുതെന്ന് പറയും. ഇതും പറഞ്ഞ്
രത്ന അവിടെ നിന്ന് പോയി. അങ്ങനെ ആ ഗ്രാമത്തലവനും രത്നയും ചേർന്ന് മുത്തശ്ശനെ ആ സാത്താനിൽ നിന്ന് രക്ഷിക്കാനുള്ള ചടങ്ങുകളെല്ലാം ചെയ്യുന്നുണ്ട്. പുറത്തവർ ആ ചടങ്ങുകളൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോ സുഖമില്ലാതെ കിടപ്പിലായ ഇസ്മി മരണവേദനയിൽ പെടഞ്ഞോണ്ടിരുന്നു. ഇവിടെ ഇവരാണെങ്കില് സാത്താൻ മുത്തശ്ശനെ വിട്ടുപോയി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് സന്തോഷിച്ചു നിൽക്കുക. എന്നാൽ തന്റെ മകൾ ഇവിടെ മരണവേദനയിൽ പെടയുന്നത് കണ്ട് അത് താങ്ങാനാവാതെ ഇസ ഒരു കത്തിയായിട്ട് രത്നയെ കൊല്ലാനായിട്ട് പാഞ്ഞൊരു വരവാണ്. എന്നാൽ കുത്തി കിട്ടിയത് ഗ്രാമതലവനായിരുന്നു. ഈ ഒരു കാര്യം നായികയെ കൊണ്ട് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. ജോലിക്കാരിയോട് വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട്. നിനക്കെന്താ ഭ്രാന്താണോ? എന്തിനാ എന്നെ കൊല്ലാൻ നോക്കിയത്? എന്തിനാ അദ്ദേഹത്തെ ആക്രമിച്ചത്? ഇവിടെയാണ് ചിത്രത്തിലെ ട്വിസ്റ്റ് റിവീൽ ആവുന്നത്. ഇസ്മി എന്ന കൊച്ചു പെൺകുട്ടി ജി മുത്തശ്ശന്റെ മകളാണ്, രത്നയുടെ സഹോദരിയാണ്. ഇസ വീട്ടുജോലിക്കായാണ് ഈ വീട്ടിലേക്ക് വന്നത്. എന്നാൽ മുത്തശ്ശനും ഇസയും ചേർന്ന് രത്നയുടെ അമ്മയെ ചതിക്കുകയായിരുന്നു. ഇസ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് രത്നയുടെ അമ്മ മുത്തശ്ശനോട് സംസാരിക്കാതായത്. അല്ലാതെ മുത്തശ്ശൻ രണ്ടാമതും മറ്റൊരു ബന്ധത്തിലേക്ക് പോയതുകൊണ്ടല്ല. അന്ന് ആക്സിഡന്റ് നടക്കുന്നതിന് മുൻപ് ഇസ മുത്തശ്ശനോട് മകളെ ചികിത്സിക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. അന്ന് മുത്തശ്ശൻ പറഞ്ഞത് യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന മുത്തശ്ശന്റെ കാവൽക്കാരനായ സാത്താനെ കുഞ്ഞിന്റെ ദേഹത്തേക്ക് മാറ്റാമെന്നായിരുന്നു. അങ്ങനെയാണെങ്കിലേ കുഞ്ഞിന്റെ അസുഖം മാറും, അവൾക്കൊന്നും സംഭവിക്കില്ല. പക്ഷേ അതിനു മുൻപേ ആക്സിഡന്റ് ആയി മുത്തശ്ശൻ കിടപ്പിലായി. തന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇസ മുത്തശ്ശന്റെ മക്കളെ കൊന്നതും ഇപ്പോ രത്നയെ കൊല്ലാനായിട്ട് ശ്രമിച്ചതും. കാരണം മുത്തശ്ശന്റെ കാവൽക്കാരനായ സാത്താൻ മുത്തശ്ശന്റെ മരണശേഷം അത് മറ്റൊരാളെ തെരഞ്ഞെടുക്കും. മുത്തശ്ശന്റെ തലമുറയിൽപ്പെട്ട മറ്റാരെങ്കിലും അതിനെ അവരാ സാത്താനെ സ്വീകരിക്കാൻ തയ്യാറാവണം. അതുകൊണ്ടാണ് മുത്തശ്ശന്റെ മക്കളെ ഇസ കൊന്നുകളഞ്ഞത്. എന്നാലേ ആ സാത്താൻ ഇസ്മിയെ തെരഞ്ഞെടുക്കൂ. സാത്താൻ അവളുടെ ദേഹത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിന്റെ അസുഖം മാറും. ഇതും പറഞ്ഞ് ഇസ രത്നയെ ആക്രമിക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞിട്ടും ഇസ ഒന്നും തന്നെ കേൾക്കാൻ തയ്യാറായിരുന്നില്ല. ഇസ അവളെ ഒരുപാട് തവണ കത്തികൊണ്ട് കുത്തുന്നുണ്ട്. ഈ സമയത്ത് വീടിന് വെളിയിലുണ്ടായിരുന്ന മുത്തശ്ശൻ ഉറക്കെ വിളിച്ചു പറയും, രത്ന, നീ അവനെ സ്വീകരിക്ക്, അവന് വിശ്വസിക്ക്. ഇത് കേട്ട ഉടനെ തന്നെ രത്ന പറയും, അതെ, ഞാൻ അവനെ സ്വീകരിക്കുന്നു. അടുത്ത സെക്കൻഡിൽ തന്നെ മുത്തശ്ശന്റെ ശരീരത്തിലെ ആ സാത്താൻ നമ്മുടെ രത്നയുടെ ദേഹത്തേക്ക് പ്രവേശിച്ചു. ഇനി രത്നയെ ആർക്കും ആക്രമിക്കാനോ അവളെ കൊല്ലാനോ കഴിയില്ല. രത്നയുടെ മട്ടും ഭാവമൊക്കെ ആകെ മാറി. ഇത് കണ്ടതോടെ ഇസ തന്റെ ജീവനും കൊണ്ട് ഓടുന്നുണ്ട്. രത്ന ഒരു കത്തിയായിട്ട് പിന്നാലെ തന്നെ ഓടി അവളെ ആക്രമിക്കുന്നുണ്ട്. ആകെ അടിപിടി ബഹളമായി. ഇസയെ കത്തി കൊണ്ട് ആക്രമിച്ചതിന് ശേഷം രത്ന ആ കത്തിയുമായി കുഞ്ഞിന്റെ മുറിയിലേക്ക് നടന്നു. അപ്പോ ആ സ്ത്രീ പേടിച്ച് കരഞ്ഞോണ്ട് പറയുന്നുണ്ട്, എന്നെ കൊന്നേക്ക്, എന്റെ മകളെ ഒന്നും ചെയ്യല്ലേ. രത്ന ആ കത്തി കുഞ്ഞിന്റെ കഴുത്തിൽ വെച്ച് ബെഡിലിരിക്കുന്നുണ്ട്. പിന്നിലെ ആ സാത്താനും കാവൽക്കാരനായി. ആ സമയം സാത്താൻ രത്നയുടെ കയ്യിലെ കത്തി പിടിച്ചു വാങ്ങി. എന്നിട്ട് ആ കുഞ്ഞിന്റെ കൈ മുറിക്കുന്നുണ്ട്. ഇത് താങ്ങാനാവാതെ ഈസ നിലവിളിച്ച് കരയാണ്, എന്റെ കുഞ്ഞിനെ വിടാൻ പറഞ്ഞ്. ഈ സമയം രത്ന കുഞ്ഞിന്റെ കൈയിലെ മുറിവിൽ നിന്ന് ഒരു മുട്ടുസൂചി മുടിയൊക്കെ പുറത്തേക്ക് എടുത്തു. ആരോ കുഞ്ഞിനെ കേഴ്സ് ചെയ്തതായിരുന്നു. ആരോ കൂടോത്രം ചെയ്തതാണ്. അല്ലാതെ ഇസ്മിക്ക് യാതൊരു അസുഖവുമില്ല. ആ കൂടോത്രം ചെയ്തത് മറ്റാരുമല്ല, അത് രത്നയുടെ അമ്മ തന്നെയാണ്. ഈസ ആ സ്ത്രീയെ ചതിച്ചത് അവർക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. കാരണം ഇസയ്ക്ക് ആ സമയത്ത് തന്റെ മകളുടെ പ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്ത്രീ തന്റെ ഭർത്താവിനെ കൊല്ലാനാണ് ആദ്യം കൂടോത്രം ചെയ്തത്. എന്നാൽ കാവലായിട്ട് ആ സാത്താനുള്ളത് കാരണം മുത്തശ്ശനെ കൊലപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതിനു പകരം ഇസയുടെ മകൾക്കെതിരെ കൂടോത്രം ചെയ്തു. ആ സൂചി കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്ന് എടുത്തതിന് ശേഷം ഇസ്മിയുടെ അസുഖമെല്ലാം മാറി. വ്രണങ്ങളെല്ലാം തന്നെ മാഞ്ഞുപോയി. കുഞ്ഞിനിപ്പോ യാതൊരു കുഴപ്പമില്ല. അതിനുശേഷം രത്നയുടെ സഹോദരങ്ങളെയും ഗ്രാമത്തലവനെയും കൊലപ്പെടുത്തിയ കുറ്റത്തിന് ഇസയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഈ ഒരു സീനോട് കൂടിയാണ് ദ അഗ്നി ഓഫ് ഡെത്ത് എന്ന ഈ ഒരു ഇന്തോനേഷ്യൻ ഹൊറർ മൂവി അവസാനിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്